Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് 12th സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ യൂഷ്വലി 8 ചോദ്യങ്ങൾ പ്രോബ്ലം ആയിട്ട് തന്നെ വരാറുണ്ട്. പക്ഷേ ലാസ്റ്റ് ഒരു വർഷമൊക്കെ ആയിട്ട്, കഴിഞ്ഞ വർഷമൊക്കെ 2 തിയറി ചോദ്യം 6 പ്രോബ്ലം അങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ തിയറി ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ പ്രതീക്ഷിക്കണ്ടോ, ബാക്കിയൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും. ആ പ്രോബ്ലംസിൽ ഇപ്പോൾ ടോട്ടൽ 3 പാർട്ടിൽ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് ബി പാർട്ട് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. ലീനിയർ ഇക്വേഷനോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം റിപ്പീറ്റ് ആണ്. ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം, ലീനിയറോ ഏതെങ്കിലും ഒരെണ്ണം, അതാണ് ആദ്യത്തെ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത് മെട്രിക്സിൻ്റെ ഒരു പ്രോബ്ലം മസ്റ്റാണ്, എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട്, അതാണ് മറ്റൊന്ന്. ദെൻ നെക്സ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ്. നെക്സ്റ്റ് എപ്പോഴും ഉണ്ടാവുന്നതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രോബ്ലം, നിർബന്ധമായും ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. നെക്സ്റ്റ് ജോമെട്രിക് പ്രോഗ്രഷനോ അരിതമെറ്റിക് പ്രോഗ്രഷനോ, GP ഓർ AP, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ nth വാല്യൂ പ്രോബ്ലം എല്ലാ പ്രാവശ്യവും ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം ആണ് മറ്റൊന്ന്. ദെൻ നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ ഏതെങ്കിലും ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ മീൻ ഡീവിയേഷനോ MD എന്നിട്ടാണല്ലോ ക്വാർട്ടൈൽ കൂടുതൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ മീൻ ഡീവിയേഷനോ ഒക്കെ വരാറ്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം തിയറിയും ചോദിച്ചിട്ടുണ്ട്, പ്രോബ്ലം വരാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ തിയറി ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ മെറിറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് തിയറിയും ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അപ്പോൾ അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയാൻ വരാറുണ്ട്. പിന്നെ മീൻ മീഡിയൻ മോഡിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കാൽക്കുലേഷൻ, കൂടുതൽ വരുന്നത് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. മീൻ മീഡിയൻ, ഇത് SCക്കും വരുന്നതാണ്. മോഡ് ഇതിൻ്റെ പ്രോബ്ലം. ഓക്കെ, ഇതാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ ഇതിൽ തന്നെ ഏതെങ്കിലും ഒരെണ്ണം തിയറി ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഇത്ര ടോപ്പിക്കുകളാണ് നമുക്ക് ടോട്ടൽ 8 ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരാറ്. ഇക്വേഷൻ 2 ഇക്വേഷൻ വരെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഒരെണ്ണം ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം, പിന്നെ സൈമിൾട്ടേനിയസ് ഇക്വേഷനോ അങ്ങനെ ഇക്വേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 എണ്ണം വരെ വരാറുണ്ട്. മെട്രിക്സ് ഒരെണ്ണം പറഞ്ഞു, പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലം, GP APയുടെ ഒരെണ്ണം, പിന്നെ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷന് എന്ന് വെച്ചാൽ ഡിസ്പേർഷനിലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം, അതിൻ്റെ തിയറിയും വരാം. മീൻ മീഡിയൻ മോഡിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം വരാം. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് ബിയിൽ 8 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്ര ഏരിയയിൽ നിന്ന് 8 ചോദ്യങ്ങൾ വരാറാണ് പതിവ്. ഓക്കെ, കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഏരിയ അത് കവർ ചെയ്യുക, മീൻ മീഡിയൻ മോഡ് കവർ ചെയ്യുക, സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കവർ ചെയ്യുക നന്നായിട്ട്, GP AP, ഇതൊക്കെയാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ്. അതിനുശേഷം ബാക്കിയുള്ള ഏരിയാസ് 5 മാർക്സിന് ഫോക്കസ് കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബി. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.